ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിചാരധാരകൾ രൂപപ്പെടുത്താനും കാശ്മീരും അരുണാചലും ഗുജറാത്തും പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനും തൻ്റെതായ സംഭാവനകൾ നിർവഹിക്കാനുണ്ട്. അതിനായുള്ള യജ്ഞം ഇന്നു മുതലേ തുടങ്ങണം. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, സ്ത്രീ ഉണർന്നാലേ നാടുണരുകയുള്ളൂ. നമ്മുടെ കൊച്ചു കേരളവും തൃശ്ശിവപേരൂരും തിരുവനന്തപുരവും. നന്ദി, നമസ്കാരം. മഹിളാ സംഗമം ധന്യമാക്കാനായി വേദിയെ സമ്പുഷ്ടമാക്കിയ കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതാ രത്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഇന്ത്യൻ അഭിനേത്രിയും ഭരതനാട്യം നർത്തകിയുമായ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പത്മശ്രീ ശോഭന. 2 തവണ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, 2 ഫിലിംഫെയർ അവാർഡുകൾ, 3 വ്യത്യസ്ത ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ മികച്ച നടിക്കുള്ള 14 നോമിനേഷനുകൾ, തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ കലൈമാമണി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി നൃത്തം സാധനയാക്കിയ കലാകാരി. മണിച്ചിത്രത്താഴിലെ ഗംഗയായും തേന്മാവിൻ കൊമ്പത്തിലെ കാർത്തുമ്പിയായും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ശോഭന. പത്മശ്രീ ശോഭന, Indian actress and Bharatnatyam dancer who acts predominantly in Malayalam films along with Telugu, Tamil, Hindi, Kannada and English films. She has won 2 National Film Awards, 1 Kerala State Film Award, 2 Filmfare Awards with 14 nominations for the Best Actress category in 3 different South Indian languages, Tamil Nadu State's Kalaimamani Award in 2011 and numerous other awards. On behalf of our team, we extend our warmest welcome to you, Mrs. Shobhana. Next. All the respected dignitaries of the dais. Pinne, ladies and gentlemen എന്ന് പറയണോ or just ladies ആണോ? ലേഡീസ്, ഇത്രമാത്രം ലേഡീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സോ ഐ എം ത്രിൽഡ് ഫോർ ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ പ്രധാനമന്ത്രിജി, കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ആണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. വരും തലമുറയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന വിമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ്. അങ്ങേയറ്റം അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു. നമുക്കറിയാം, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പല പ്രൊഫഷൻസിലും ഇന്നും വളരെ കുറവ് തന്നെയാണ്. ഇല്ല എന്നല്ല, പക്ഷേ എണ്ണത്തിൽ കുറവ്. സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, IT, സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ്, ഗിഗ് വർക്കേഴ്സ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. With the passing of the Women's Reservation Bill, now so many dreams are set free. Millions of aspirations will now see a fruition. Our young and brilliant minds will be encouraged to stay behind and serve the Navabharat. We have only heard of 1 Shakuntala Devi, 1 Kalpana Chawla, 1 Kiran Bedi. With the passing of this Women's Reservation Bill under the leadership of the Honorable Prime Minister, Shri Narendra Modi ji, Navabharat will soon be empowered to cradle many more such brilliant Indians. സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ച് പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതപ്പെടുന്നു. കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ് ആവട്ടെ വനിതാ സംവരണ ബിൽ എന്ന് ആശംസിക്കുകയാണ്. परम आदरणीय प्रधानमंत्री जी, आपने हमें महिला विमेन्स रिजर्वेशन बिल से सशक्त किया और अब
हम सब महिलाएं मिलके आपके नेतृत्व में नव भारत के निर्माण में बढ़ चढ़कर सहयोग करेंगे. There have been many leaders in the past, men and women, but we live in the time of a fantastic leadership that has actually seen the passing of the Women's Reservation Bill. So I'm hugely thankful for the Honorable Prime Minister Narendra Modi ji's leadership. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലിനെ നോക്കി കാണുന്നു. ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു. ജയ് ഹിന്ദ്. കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വനിതാ വ്യാപാരിയായ ശ്രീമതി ബീന കണ്ണൻ, ഷീമാട്ടി എന്ന വസ്ത്രനാമത്തിലുള്ള വസ്ത്രവ്യാപാര ശൃംഖലയുടെ ഉടമ. ശ്രീമതി ബീന കണ്ണൻ, CEO and lead designer of Shimati Silks, one of the most successful business women in Kerala and a prominent face of revolution in India. Hearty welcome to you, Mrs. Beena Kannan. അടുത്തതായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മിന്നുന്ന താരമായ കുമാരി മിന്നുമണി, വിമൻസ് പ്രീമിയർ ലീഗിലെത്തിയ ആദ്യ മലയാളി. വയനാടിന്റെ അഹങ്കാരവും കേരളത്തിന്റെ അഭിമാനവുമായ മിന്നുമണിയെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ MS സുനിൽ, സ്ത്രീകൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരീശക്തി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾക്ക് അർഹയായിട്ടുള്ള ഡോക്ടർ MS സുനിൽ വിദ്യാഭ്യാസം, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ സാമൂഹിക സേവന രംഗത്ത് സുസ്ഥിര വികസന പദ്ധതികൾ നടപ്പിലാക്കിയ മനുഷ്യസ്നേഹി ഡോക്ടർ MS സുനിൽ, winner of Nari Shakti Puraskar for the year 2017, academician, humanist and philanthropist known for housing the homeless. She constructed homes for more than 200 people, especially widows with children and patients. We extend our hearty welcome to Dr. MS Sunil. ഡോക്ടർ ശോശാമ ഐബ്, വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനും അവയെപ്പറ്റി കേരളത്തിനകത്തും പുറത്തും ശാസ്ത്രീയമായ അവബോധം വളർത്തുന്ന അതിന് നേതൃത്വം വഹിച്ച ശാസ്ത്രജ്ഞ. വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച ഡോക്ടർ ശോശാമ ഐബിന് 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. മഹിളാ സമ്മേളനത്തിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ ശോശാമ ഐബിന് ഈ വേദിയിലേക്ക് സ്വാഗതം. അടുത്തതായി സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിയ ശ്രീമതി മറിയക്കുട്ടി, ഏതൊരു ആനുകൂല്യവും സർക്കാരിന്റെ സൗജന്യമല്ല, മറിച്ച് അത് തങ്ങളുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിത സായാഹ്നത്തിലും ഊർജ്ജസ്വലതയോടെ തങ്ങളുടെ അവകാശത്തിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനായി സർക്കാരിനെതിരെ ഒറ്റയാൾ സമരം നയിച്ച മറിയക്കുട്ടി ചേട്ടത്തേക്ക് സ്ത്രീ ശക്തിയുടെ സ്വാഗതം. അടുത്തതായി അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സംഗീതോപാസന നടത്തുന്ന ശ്രീമതി വൈക്കം വിജയ, ശാസ്ത്രീയ സംഗീതജ്ഞ, ചലച്ചിത്ര ഗായിക, ഗായത്രി വീണ എന്ന സംഗീതോപകരണത്താൽ കച്ചേരികൾ നടത്തുന്ന കേരളത്തിന്റെ പ്രിയ ഗായിക, ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ വൈക്കം വിജയലക്ഷ്മി. നമ്മുടെ വേദിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ അമരക്കാരനും സംസ്ഥാന അമരക്കാരനും ഇപ്പോൾ നിലവിൽ വിദേശകാര്യ സഹമന്ത്രിയായി നിലകൊള്ളുന്ന ശ്രീ വി മുരളീധരൻ MP എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ AP അബ്ദുള്ളക്കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KB ശ്രീധരൻ മാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു.